എന്റെ ഒരു വർഷം പോയി. ദൈവമേ, ഇങ്ങരുടെ മുഖമാണല്ലോ കണി കണ്ടത്. കിടക്കണ കണ്ടില്ലേ? കാറ് വന്നു. എവിടെ? ചേട്ടാ ചേട്ടാ എഴുന്നേറ്റ്, ഇതേ കണി വന്നു. കണി വന്നോ? എങ്കിൽ മുളകിട്ട് വെക്ക്, കൊടമ്പുള്ളി കപ്പയെ കൂട്ടി അടിക്കാൻ നല്ലതാ. അതല്ല, എന്തൊക്കെ ഈ പിച്ചിമ്മയും പറയുന്നത്? ഇന്ന് വിഷു അല്ലേ, കണി കാണിക്കാൻ പുറത്ത് ആളുകൾ വന്നേക്കുന്നു. എഴുന്നേറ്റേ ചേട്ടാ, എഴുന്നേക്കാൻ വാ, എഴുന്നേറ്റേ. ഇത് എന്താണ്? ഓ ഭാഗ്യം, കണ്ണ് തുറന്നില്ല. കണ്ണ് തുറക്കരുതേന്നായിരുന്നു എന്റെ പ്രാർത്ഥന. അത് ശരി, അപ്പൊ എന്റെ കണ്ണടയാനാണ് നിന്റെ പ്രാർത്ഥന അല്ലയോ? ഓ അതല്ല ചേട്ടാ, നിങ്ങൾ കണ്ണ് തുറന്ന് എന്നെ എങ്ങാനോട് കാണുന്നെങ്കിൽ ഒരു വർഷം പോയിന്ന് പറഞ്ഞോണ്ട് എന്റെ അടുത്തോട്ട് ബഹളം വെക്കത്തില്ലേ? അതുകൊണ്ട് പറഞ്ഞതാ. ഒന്ന് എഴുന്നേറ്റേ വാ. എന്റെ ജന്മവേ പോയി, പിന്നാണ് ഒരു വർഷം. ആ വാ. കൊച്ചൻ തേടി അവളിവിടെ ഉണ്ട്. എവിടെ? മോളെ വാ, എഴുന്നേറ്റേ, കണി കാണാം. വാ, കണ്ണ് തുറക്കല്ലേ. വാ വാ വാ, തുറക്കല്ലേട്ടാ, കണ്ണ് തുറക്കല്ലേ, അമ്മ പിടിച്ചോളാം. വാ, എന്റെ തോളെ പിടിച്ചു. എഴുന്നേറ്റോ, പിന്നെ ഇരിക്കുവോ? നേരെയാണോടി പോകുന്നത്? നേരെ തന്നെയാ പോകുന്നത്. എനിക്ക് കണ്ണ് കാണാം. നിന്റെ കൂടെ പോകുന്നത് എന്റെ പേടി. അല്ല, നിങ്ങൾ വരണ്ട, ഒറ്റയ്ക്ക് വന്നാ മതി. എന്നെ ഇട്ടേച്ച് പോയല്ലേ, ഞാൻ കണ്ണു തുറക്കുവേ. നീ ഇതെവിടെ പോയതാ എന്നെ ഇട്ടേച്ച്? ബ്രേക്ക് ഡാൻസ് കളിക്കുവാണ്. ഇങ്ങോട്ട് വാ, നേരെ വാ. ശരിയാണോ? ആ കണ്ണു തുറക്കല്ലേ, ആരും തുറക്കല്ലേ. ഇനി തുറന്നു. ചെറിയ തുറക്കല്ലേ. ചോട്ടിൽ നീരുന്നു നീരത വർണ്ണന ഞാൻ വരുന്നു കോലക്കുഴലെടുത്തു ഞാൻ ഊതിപ്പാടവേ നാടത്തോടെ മുഖം കുനിച്ചവളു നിന്നു. നീയോ? ഞാൻ ഇവിടുത്തെ സ്ഥാനാർത്ഥി. എന്റെ പേര് സുഭാഷ് PP. നീ PP ആണോ വിസിലാണോ നിന്നോട് ഞാൻ ചോദിച്ചായിരുന്നോ? നമ്മുടെ ചിഹ്നം ഓടക്കുഴൽ. ഓടക്കുഴൽ തന്നെ കുത്തണം. എടോ, നല്ലൊരു വിഷുവായിട്ട് കണി കാണാൻ ഞങ്ങള് നിന്റെ ഈ എണ്ണം കെട്ട മുഖം കാണിച്ച് ഞങ്ങൾക്ക് നല്ല പണിയാണല്ലോടാ തന്നത്. അത് പിന്നെ ഈ ഇലക്ഷനൊക്കെ അല്ലേ, പുതിയ പ്രചരണ തന്ത്രമായിട്ട് ഇറങ്ങിയതാ. എങ്ങനെയൊക്കെ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പൊ ഞങ്ങളും ഞങ്ങളുടെ പാർട്ടി പരിപാടി ഇട്ടേക്കുന്നത്. അതിന്റെ ഒരു ഭാഗമാണ് ഇതൊക്കെ. നല്ല പ്ലാനിങ്ങാ. എടാ, എല്ലാ വർഷവും നീ കൃഷ്ണന്റെ വേഷവും കെട്ടി ഇവിടെ കണി കാണിക്കാൻ വരുന്നത് ഞങ്ങൾ അങ്ങ് സഹിച്ച് ഇഷ്ടപ്പെട്ടതേ ഉള്ളൂ. നീ സ്ഥാനാർത്ഥിയായത് ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതെന്താ ചേട്ടാ? അതെന്താന്നോ, സാധാരണ നീ ഞങ്ങളെ കണി കാണിക്കാൻ വരുമ്പോൾ ഞങ്ങളുടെ 1 വർഷമേ പോത്തുള്ളായിരുന്നു. ഗ്രഹപ്പിഴക്കെങ്ങാനും നീ ജയിച്ചാൽ ഞങ്ങളുടെ 5 വർഷം പോത്തില്ലയോ? അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടെ ഇറങ്ങിക്കോണം, ഇല്ല ഞാൻ പട്ടി അടിച്ചോടും. അപ്പൊ ഓക്കെ, മറക്കരുത്. ചമ്പൽ കാർവന്നെ ഞാൻ അല്ല മാറിപ്പോയി. കൊണ്ടൽ കാർവന്നെ കൊള്ളാലോ. മയിൽപ്പിലിയാന്നും പറഞ്ഞ് ഷാക്കത്തുകളിനകത്ത് പെയിന്റ് അടിച്ചോണ്ട് വന്നേക്കുക. എന്നാ കാണാൻ നിൽക്കുക? അല്ല ചേട്ടാ, കൈ നീട്ടം. കൈ നീട്ടി ഒന്നും തന്നാണ്ടല്ലോ. കയറി രണ്ടോടകത്തോട്ട് ഓരോ മെനകെട്ടവന്മാര് വന്നോളും രാവിലെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. രാവിലെ ഉള്ള ഉറക്കവും പോയെന്ന്. ചേട്ടാ, വിഷുവായിട്ട് എന്താ ആഘോഷം? നമുക്കൊക്കെ എന്താ ആഘോഷം? ഇപ്പൊ ആഘോഷമെല്ലാം നടക്കുന്ന ചാനലിലല്ലേ. എന്തൊക്കെ ആഘോഷങ്ങൾ നടക്കണം എന്നറിയണമെന്നെങ്കിൽ TV ഓൺ ചെയ്ത് നോക്കണം. ഇവിടെ നിന്ന് റിമോട്ട് എന്തിയെ? പോവച്ചേ ഇവിടുന്ന്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കാർട്ടൂൺ ചാനല്. അപ്പൊ നിങ്ങൾ രാവിലെ തന്നെ ഈ ടിവിയുടെ മുമ്പിൽ ഇരിക്കാനുള്ള പ്ലാനാണോ? പിന്നെ വേറെന്താ ആഘോഷം? പടക്കം പൊട്ടിക്കണില്ല. പടക്കമൊക്കെ TVയിലെ പരിപാടിക്കകത്തുണ്ട് കേട്ടോ. അതങ്ങ് കണ്ട് ആസ്വദിച്ചാൽ മതി കേട്ടോ മോള്. കണ്ടോ?
വിഷു. വിഷുക്കണിയൊക്കെ കണ്ട് വിഷു ആഘോഷിച്ച് പോക്കറ്റ് കാലിയടിച്ചിരിക്കുമായിരിക്കും എല്ലാവരും അല്ലേ? വിഷുക്കണിയല്ലാതെ ഈ വിഷുദിനത്തിൽ സംഭവിച്ച ചില വിഷുക്കണികൾ നമുക്കൊന്ന് കണ്ടാലോ? വരൂ ശിവ. ശിവ പിന്നെ ഇത് ബ്ലൗസിന്റെ സെക്ഷൻ കേട്ടോ. ഓക്കെ സാർ. ഇത് മുണ്ടുകള്. ഓക്കെ. ടോയ്സ് കണ്ടല്ലേ? കണ്ടു. ഈ ടോയ്സ് കുട്ടികൾ വരും, അവരെ കൊണ്ട് എങ്ങനെയും പിടിച്ചേൽപ്പിക്കണം. ഏൽപ്പിക്കാം സാർ. അതായത് ചുമ്മാ നിൽക്കുന്ന പിള്ളേരെ വിച്ചു കൊടുക്കുമ്പോൾ മാക്കെന്നും കരയും. അപ്പൊ കുട്ടികൾ മേടിച്ചോളൂ. ഒക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ സാർ. ശിവ പുതിയ ആളായോണ്ടാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. അല്ല, കുറെ ദിവസം നിന്ന് കഴിയുമ്പോൾ ശീലമാവുമല്ലോ. വേഗം മടക്കിക്കോളൂ. പിന്നെ ശിവു, പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത്. എന്താ സാർ? ഇവിടെ കസ്റ്റമേഴ്സ് ഒരുപാട് പേര് വരും. അവരെ മാക്സിമം നമ്മളെ സന്തോഷിപ്പിച്ച് വിടുക. മിമിക്രി അറിയാം എനിക്ക്, ഞാനത് വേണേ കാണിക്കാം. അത് നമ്മൾ സാധനം കൊടുക്കണം. നമുക്ക് ഈ ഡിസ്കൗണ്ട് ഉള്ള കുറെ പ്രോഡക്റ്റുകളില്ലേ, അത് എങ്ങനെയും അവരെ പിടിച്ചു കേൾപ്പിക്കാൻ ശ്രമിക്കണം. അയ്യോ, അപ്പൊ നമുക്ക് ഒരുപാട് നഷ്ടമല്ലേ സാറേ? എന്ത് നഷ്ടമെന്നാ പറയുന്നത്? അല്ല, ഇങ്ങനെ വില കുറച്ച് കൊടുത്താലേ നഷ്ടം വരികയല്ലേ സാർ? എന്റെ ഷിബു, 80 രൂപ വിലയുള്ള സാധനം 160 രൂപ ഇട്ടിട്ട് 20 രൂപ കുറച്ച് കൊടുക്കുന്നത് എന്താ കുഴപ്പം? ഭയങ്കര നഷ്ടം. ആർക്ക്? വാങ്ങിക്കുന്നവർക്കേ. ഷിബു 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 ഇപ്പോഴാ ബൾബ് കത്തിയത്. എന്നാ എടുക്കണ്ടേന്നുള്ള ടെൻഷനായി പോലെ അതെടുക്കണ്ടെന്നുള്ളത്. പിന്നെ കുത്തിണ്ടോടി, പിന്നെ കുത്തിണ്ടോ ചേട്ടാ? നീ ആ സാരിയുടെ തലപ്പെടുത്തൊന്ന് പൊതച്ചോടി. നിനക്ക് ഇത് പറയുമ്പോൾ എന്നെ കുറ്റം പോലെ. അവൻ്റെയൊക്കെ നിപ്പുണ്ടോ? അതെ അതെ, അവൻ്റെയൊക്കെ നിപ്പുണ്ടോ? ഓ എന്റെ ചേട്ടാ, ആ മുണ്ട് നിങ്ങൾ ആദ്യം ഒന്ന് നേരെ. ഉണ്ട കഴിച്ചിട്ടുള്ളൂ. ദേ പെട്ടെന്ന് എടുത്തൊന്ന് പൊക്കോണം കേട്ടോ. എക്സ്ക്യൂസ് മീ, മേ ഹെൽപ്പ് യു സാർ? എനിക്ക് നല്ല ഹെൽപ്പുണ്ട്. ഏതാ അവന് കണ്ടാലും ഇത് മാത്രമേ പറയാനുള്ളൂ. അല്ല, സാധനം എന്താ വേണ്ടത്? ഡ്രസ്സ്. ആ സാധനം നോക്കാനാണല്ലോ വന്നേക്കണേ. മേഡം, ചേട്ടൻ നോക്കിയിരുന്നു. മരം കുത്തി എന്നാ വിളിച്ച? ഷിബുവേട്ടൻ എന്റെ കൂടെ കോളേജിൽ സീനിയർ ആയിട്ട് പഠിച്ച ഏട്ടനാ. മരം കുത്തി ഞങ്ങൾ ഇരട്ടപ്പേര് വിളിച്ചോണ്ടിരുന്നത്. അവന്റെ രൂപം കണ്ടിട്ട് ഇരട്ടപ്പേരല്ല, ഒറിജിനൽ പേര് മരം കൊത്തി നല്ലത്. ഏതായി മരപ്പെട്ടി? സെലക്ഷൻ നന്നായില്ലല്ലോ. അല്ല എന്നാ പറഞ്ഞ? അല്ല, നല്ല സെലക്ഷൻ ഉണ്ട്. ഏതാ സാറിന് വേണ്ടെന്ന് അത് ഞങ്ങൾ നോക്കിയെടുത്തോളാം. ഞങ്ങള് തത്തമ്മയ്ക്ക് എന്താ വേണ്ടേ? എന്നാ വിളിച്ചേ? തത്തമ്മ. തത്തമ്മയെ നല്ല സത്യം പറഞ്ഞാൽ വിളിക്കേണ്ട പച്ച തത്തേന്നാണ്. കാര്യം കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ദിവസവും പച്ച ഡ്രസ്സ് കൊടുത്തേ ഇവള് വരുവുള്ളൂ. അന്ന് ഞങ്ങൾ കൂട്ടുകാരൊക്കെ കളിയാക്കുന്ന പച്ചത്തത്തേന്നാ. എന്നാ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ പച്ചത്തത്ത ഇപ്പൊ എന്റെ കൂട്ടില. ആ കൂട്ടിൽ നിന്ന് പുറത്തിറക്കി നീ കാർഡ് എടുപ്പിക്കാൻ നോക്കണ്ട, മനസ്സിലായോ? സാരിയല്ലേ വേണ്ടത്? നോക്കുന്നതായിരിക്കും. ഏതാണ്ട് ഇതോ? അതൊന്നും വേണ്ട. ഇതൊന്നും കാണിച്ച്. ഇത് സാർ ഇത് നോക്കും. നല്ല സാർ, നല്ല ഇപ്പൊ പുതിയ കമലാക്ഷി എന്നാണ് ഇതിന്റെ പേര്. കമലാക്ഷി പുതിയ മോഡൽ വന്ന. ഒരു മിനിറ്റ് തിരിഞ്ഞടി. ചേരുന്നുണ്ട്, നല്ല ചേർച്ച. ഇവിടെ ഞാൻ പിടിക്കാം സാർ? വേണ്ട. ഓക്കെ. ഏട്ടാ, ഇത് എനിക്ക് പിടിക്കാനുള്ളത് നീ. എന്നാലും ഞാൻ ചുമ്മാ സഹായിച്ചതേ ഉള്ളൂ. സാർ എപ്പോഴും പിടിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ സാറിന്? അതെ, ഇത് സൂപ്പർ അടി. ഇത് സൂപ്പർ എന്ന് പറഞ്ഞാലുള്ളത് ഇത് കണ്ട. ഇത് ഇങ്ങനെ വെച്ചാലും ഉണ്ടല്ലേ, ഇത് ഇങ്ങനെ വെച്ചാലും ഇങ്ങനെ കരയിട്ടാലും എങ്ങനെ വന്നാലും ഇത് സൂപ്പർ സാരി. സത്യം പറഞ്ഞാണല്ലോ, നമ്മൾ ഈ അതിലെല്ലാം കയറി അന്വേഷിക്കേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ ഇത് നിനക്ക് വേണ്ടി കമ്പനി ഉണ്ടാക്കിയ പോലെ ഉണ്ട്. നിനക്ക് കൂടെ ഇതുപോലെ സാരി നമ്മൾ ഏതിലൊക്കെ തപ്പിയാലും കിട്ടത്തില്ല. ഈ സാധനം കൊള്ളാം, ഈ സാധനം മതി. നീ എത്ര സാരി കണ്ടാലും ഈ സാധനം നിനക്ക് ഇഷ്ടപ്പെടുള്ളൂ. നിനക്ക് ചേരുന്ന സാരി. ഇതിന് എത്രയാണ്? ഇതിന് 12,600 രൂപയുള്ളൂ. എത്ര? 12,600 രൂപ. വില എല്ലാം കുറച്ച്. നമ്മൾ ഓണം പ്രമാണിച്ചും ക്രിസ്മസ് പ്രമാണിച്ചും വിഷു പ്രമാണിച്ചും കര കണ്ടില്ലല്ലോ. കര നോക്കൂ സാർ, നോക്കത് നല്ലതാണ്. ചിരിച്ചില്ല ഈ സാധനം കൊള്ളാം. ചിരിച്ച് നിൽക്കുമ്പോൾ മാത്രമേ ഇത് കൊള്ളാവുള്ളൂ. ഇപ്പം നീ ചിരിക്കാതെ നമ്മൾ കണ്ടോ, ഇത് എന്തോ പോലെ ഇത് കരയാണെന്ന്. ഇത് കൊള്ളത്തില്ല, നിനക്ക് കൊള്ളത്തില്ലത്. ശരി, അത് ഞാൻ ആകെ ഭയങ്കര കൺഫ്യൂഷൻ ആയി പോയി. വേറെ ഉണ്ട്, വേറെ അപ്പുറത്തെ നോക്കി സാർ. ഇതിൽ റേഞ്ച് കുറഞ്ഞാണ് ഉദ്ദേശിക്കുന്നത്? റേഞ്ച് കുറഞ്ഞല്ല, റേഞ്ചിലല്ല. അത് ഈ ഇരിക്കുന്ന കൂടി അപ്പുറത്തെ സൈഡ് അവിടെ. അല്ല, സാരി അല്ലേ എവിടെയാണ് നോക്കിയിട്ട്? ആ സൈഡ് നോക്കിയിട്ട് നീ. സാർ, മൂത്രപ്പുര എവിടെയാണ്? ഷീജ മൂത്രപ്പുരന്ന് കാണിച്ചു കൊടുത്തേ. പയ്യെ പറയാൻ, ഞാൻ പയ്യെ പറയാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞേ. ടോയ്ലറ്റ് പോകണം സാർ. ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് റൈറ്റ് തിരിഞ്ഞിട്ട് ഒരു സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് കയറി നേരെ മേളിൽ ചെല്ലുമ്പോൾ ഒരു ഹോളാണ്. ആ ഹോളിന്റെ വലത്തോട്ട് തിരിയുമ്പോൾ ഇടനാഴിയിലായിട്ട് ടോയ്ലറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്ത് തരാമോ? എന്തിനാ സാർ? ഈ ബസ്സിലൊക്കെ പോകുമ്പോൾ ഛർദ്ദിക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് പെട്ടെന്ന് വേണം, അത്യാവശ്യം. അത്രയ്ക്ക് അത്യാവശ്യമായിരുന്നു. എന്നാൽ പിന്നെ ഞങ്ങൾ സ്റ്റാഫ് ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ട്. മിനി ആ ടോയ്ലറ്റ് ഒന്ന് കാണിച്ചു. ഇതിലേ അങ്ങോട്ട് പോകും. നോക്ക്, പെട്ടെന്ന് നോക്ക്.
ശിവേട്ടാ എന്തുണ്ട് പിന്നെ വിശേഷം? ഓ ഇങ്ങനെ പോകുന്നു കഴിഞ്ഞിട്ട് പോകുന്നു. അതെ അവൻ്റെ വായിലേക്ക് നോക്കിക്കാനല്ല പറഞ്ഞത്, സാരി നോക്കാനാ പറഞ്ഞത്. എനിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റാത്തൊരു സാരി പോയി, അല്ലെങ്കിൽ ഞാൻ നിന്നെ ഈ അവസരമായിട്ട് പോകത്തില്ലായിരുന്നു കേട്ടോ. പെട്ടെന്ന് സാരി നോക്കി വെക്കേ, ഇവിടെ നിന്ന് പോയാലോ? അതിലെ പോയോ? ഷീജ എവിടെ? ഷീജ ഭയങ്കര ഡൗട്ടാണല്ലേ ആൾക്ക്. ഓ എന്ത് പറയാനാ. കോളേജിൽ പഠിച്ചപ്പോൾ നീ എന്തായിരുന്നു ഋത്തിക് റോഷൻ പോലുള്ളവനെ കല്യാണം കഴിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നൊന്നും അല്ലല്ലോ നമുക്ക് കിട്ടുന്നത്. പിടിച്ചത് ഇത് കറക്റ്റ് ഇത് correct. അല്ല, ഞാനങ്ങ് മാറിയപ്പോ തന്നെ നിനക്ക് ഞാൻ തുടങ്ങിയോളാം നീ. നീ തുടങ്ങിയോളാം നീ. എന്നടി? അവന്റെ സാരി പച്ചത്തത്ത. നീ പച്ചത്തത്ത വിളിക്കുന്നത് നീ കുറേ നേരം. സാറ് അത് നല്ല സാരി സെലക്ഷൻ പറഞ്ഞതല്ലേ ഉള്ളൂ. അല്ല നിനക്കറിയാവോ, സമാധാനമായിട്ട് എനിക്ക് ഒന്നിനും പോകാൻ പറ്റില്ല, അറിയാവോ? അത് ഞാൻ എന്ത് ചെയ്തു സാർ? നിന്റെ ഈ സ്വഭാവം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? പ്ലീസ് നിന്റെ ഈ സ്വഭാവം നീ എന്നെ കാണിച്ചു. ഞാൻ എന്താ കാണിച്ച സാർ? നീ മിണ്ടല്ലേട്ടോ. സാരി വെച്ച് നോക്കിയല്ലോ. ഹലോ റിലാക്സ്. എന്താ വിഷയം? ഒന്നുമില്ല, ഈ സാറാണ്. നീ ഒന്നും പറയില്ല, ഞാൻ പറയാം. ഞാൻ നല്ലൊരു വിഷയമാണല്ലോ ഓർത്ത് എൻ്റെ പെണ്ണുമ്പിള്ളനെ ഇങ്ങോട്ട് വന്നാ ഇവിടെ കണ്ടി ഞാൻ വന്നപ്പോ കയറിപ്പോ തന്നെ പച്ചത്താത്ത മരംകൊത്തി എന്നും പറഞ്ഞ അവൻ കളി തുടങ്ങിയിട്ടുണ്ടല്ലോ. പച്ചത്താത്ത മരംകൊത്തി എന്നും പറഞ്ഞ അവൻ കളി തുടങ്ങി അവൻ. എന്റെ ഷിബു, എന്താ ഷിബു? എന്നാ സാറേ ഒരു കാര്യം ചെയ്യും, സാറിന് ഇഷ്ടമുള്ള സാധനം മേളിൽ സെലക്ട് ചെയ്യാം. സാർ കൊണ്ട് പോകും. ഇതുപോലുള്ള മരംകൊത്തി അവിടെ ഉണ്ടോ? അങ്ങനൊന്നും ഉണ്ടാവില്ല. മരംകൊത്തി അതുകൊണ്ട് കാലവാരി ഞാൻ നിലത്തടിക്കും ഞാൻ. പ്ലീസ് പ്ലീസ് കുഞ്ഞാ പറഞ്ഞ് മനസ്സിലാക്കുക. മേളിലോട്ട് ചെല്ലും, പെങ്ങളെ വിളിച്ചോളൂ. മേളിലുണ്ട്. വിഷു അടിച്ചു കൊടുത്തില്ല എന്നുള്ള പരാതി എനിക്കില്ലല്ലോ. അതിലൊക്കെ കയറി മൊത്തം പൊടിയും പറ്റിച്ചത് മേത്തോടെ. നമുക്ക് ഞങ്ങളെല്ലാം പാക്ക് ചെയ്തായിരുന്നോ? എല്ലാം പാക്ക് ചെയ്തിട്ടാണ് സാർ. 5235 രൂപയായിട്ടുണ്ട്. എത്ര? 5235. നീ എന്നെക്കാടി വലിച്ചോരി എടുത്ത? എല്ലാവർക്കും മേടിച്ചു, നമ്മുടെ ആദ്യത്തെ വിഷു അല്ലേ ഏട്ടാ. മേടിച്ച് ഞാൻ എൻ്റെ അമ്മയ്ക്ക് എടുത്തോ? ആ എടുത്ത്. അതൊക്കെ ഒഴിവാക്കാന്ന് കേസല്ലേ നിനക്ക്? പിന്നെ ആർക്കെടുത്തേ? അവക്കെടുത്ത അനിയത്തിക്ക്. അനിയത്തിക്ക് ഞാൻ 2 കൊടുത്തിട്ടുണ്ടല്ലോ. എൻ്റെ അനിയത്തിക്കല്ല, എൻ്റെ അല്ലല്ലോ. എൻ്റെ അനിയത്തിക്ക് ഞാൻ 2 കൊടുത്തിട്ടുണ്ടല്ലോ. അത് എടുത്തിട്ടുണ്ട്. അവൾക്ക് പിന്നെ ആരും വാങ്ങിച്ചു കൊടുക്കാനുള്ളത്. അതെ അമ്മൂമ്മയ്ക്ക് എടുത്തിട്ടുണ്ടേ. ഓ അമ്മൂമ്മയ്ക്ക് എടുത്ത് പെൻഷൻ കാശ് കിട്ടുമ്പോൾ ആ തള്ള എൻ്റെ മുഖത്ത് ഒന്നും നോക്കൂല. ആ തള്ളക്കൊക്കെ എടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? എൻ്റെ എത്രയെന്ന് പറഞ്ഞു? അപ്പം ഞങ്ങൾക്കുള്ളതാണ് ഇതല്ലേ. ഹാപ്പി വിഷു സാർ. 10 വീട്ടിലെ വിഷു ഞങ്ങളുടെ വീട്ടിൽ കൂറേണ്ടി വരും ഒറ്റയ്ക്ക്. സാർ ഒരു മിനിറ്റ്. ഈ 5000 രൂപയ്ക്ക് നിങ്ങൾ തുണിയെടുത്ത കാരണം കൊണ്ട് ഞങ്ങളുടെ വകയായിട്ട് ചെറിയ ഗിഫ്റ്റ് ഉണ്ട്. ഗിഫ്റ്റ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. ഗിഫ്റ്റും സമ്മാനങ്ങളും ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഈ 5000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തത്. സമ്മാനം അടിപൊളിയായിരിക്കും എന്നറിയാമോ? സമ്മാനം പിടിക്കടി പിടിച്ചു. ആ ഇതെന്നത് ഗിഫ്റ്റ്. ഇതെന്നാന്നത്? 5000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ കിട്ടുന്ന ഗിഫ്റ്റാണിത്. ഇതാണ് ഗിഫ്റ്റ്. അതിനുവേണ്ടിയാണ് ഈ നാടൊട്ടുക്ക് പരസ്യം ചെയ്ത് കേബിൾ ടി വിയുടെ ഒക്കെ പരസ്യം ചെയ്ത് ഞങ്ങളെ വിളിച്ച് കയറ്റിയിട്ട് 5000 രൂപ വാങ്ങിച്ചിട്ട് ഈ കപ്പ് വരാൻ ഇവിടെ പൊതിഞ്ഞു വെച്ചിരുന്നാൽ പൊതിഞ്ഞു വെച്ചിരുന്നാൽ മനസ്സിലായി. ഒരു കാര്യം ചെയ്യുക, ഇത് നിൻ്റെ കക്കൂസിൽ ഉപയോഗിച്ചാൽ ഞങ്ങൾക്ക് വേണ്ടത്. 5000 രൂപയുടെ പരസ്യം ചെയ്തിട്ട് നമുക്ക് കക്കൂസിൽ ഇങ്ങനെ കപ്പ് 3 വെച്ചേക്കാം. ഇതാണ് പറയണത്, പരസ്യം കണ്ട ആവശ്യമില്ലാത്ത കടയിൽ കയറി പർച്ചേസ് ചെയ്തിരുന്നത്. ഇപ്പം 5000 രൂപ പോയിട്ട് അവൻ എന്നെ ചെയ്താൽ കപ്പല്ലേ അന്ന് മറക്കണേ കൊള്ളു മനുഷ്യച്ചിരിക്കാൻ വേണ്ടി ഓരോ പരസ്യം. വിഷു പ്രമാണിച്ച് മാത്രമല്ല, എന്താഘോഷം നടന്നാലും ഇതുപോലെയുള്ള കെണികൾ നമുക്ക് ചുറ്റും പതുങ്ങിയിരിപ്പുണ്ട്. ഇത്തരം സന്ദർഭങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾ അറിയാതെയെങ്കിലും ഒരു തെറി പറഞ്ഞു പോകും. അയ്യോ, ഈ തെറിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് തെറി പറയരുത് കേൾക്കരുത് എന്നൊക്കെയാണ് നമ്മുടെ ആഗ്രഹമെങ്കിലും ഈ വിഷുദിനത്തിൽ കേരളം കാണി കണ്ടുണർന്നത് ഒരു സൂപ്പർ തെറി കണ്ടുകൊണ്ടാണ്. അത് വെറും തെറിയല്ലെന്നേ, വിജയുടെ തമിഴ് തെറി. ஒண்ணே ஒண்ணு கண்ணே கண்ணு செல்லா குட்டியே என் காதல் துட்ட செத்து வச்ச கல்லா பெட்டியே தொட்டு பக்க கிட்ட வந்த மிட்டா மிராசே ஓ விரல பட்டா வெடிக்கும் இந்த வெள்ள பட்டாசு I for you you for me சேர்ந்தாக்க சுனாமி you for me I for you சேர்ந்தாக்க I love
ஊத்துவேன்னு கூட கொள்ள நான்தா கொக்கரக்கோ நீதா ஊசி வெடி நான்தா ஊதுவத்தி நீதா സിനിമാക്കാരിങ്ങനെ വിഷുക്കണി ഒരുക്കിയപ്പോൾ ചില ചാനലുകാർ ഒരുക്കിയത് ശരിക്കും വിഷുക്കണിയായിരുന്നു. വിഷു എന്നല്ല ആഘോഷം ഏതായാലും ചില ചാനലുകൾ തുറന്നു കഴിഞ്ഞാൽ പാചക പരിപാടികളുടെ ബഹളമാണ്. പായസം, അവിയല്, കിവിയല്, കാളൻ, കൂളൻ, തോരൻ, കറികളെ കുറിച്ചൊക്കെ വാ തോരാതെ സംസാരിക്കുന്ന ചില താരങ്ങളുണ്ട്. വിഷുവിനെ കുറിച്ച് ഏക്കും പൂക്കും അറിയാതെ നടത്തുന്ന ഒരു പാചക പരിപാടിയാണ് അടുത്തത്. മേടപ്പൊൻപുലരിയുടെ മഞ്ഞ് പെയ്യുന്ന ഈ മകരമാസത്തിൽ വിഷുവിശേഷങ്ങൾ പങ്കുവെച്ച് വാചകമടിച്ചുകൊണ്ട് പാചകം ചെയ്യുന്നതിലേക്കായിട്ട് ഇന്ന് പ്രശസ്തരായ 2 സീരിയൽ താരങ്ങളാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ആഭരണമഴ എന്ന സീരിയലിലെ മായാവതിയും അമൃതമോളും. നമസ്കാരം. അയ്യോ, ഇത് എപ്പോഴും ഇങ്ങനെ തന്നെയാണോ? നമസ്കാരം. അയ്യോ പാവം. മാഡം ഇന്ന് എന്ത് കോപ്രായമാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്? അല്ല, ഈ മുഖത്തെ ഭാവങ്ങൾ കണ്ട് അറിയാതെ ചോദിച്ചു പോയതാ. എന്താണ് ഇവിടെ ഇന്ന് പാചകം ചെയ്യാൻ പോകുന്നത്? ഞാൻ പറയാം, പക്ഷേ ആദ്യം അവളോട് പറയാൻ പറ, എന്നിട്ട് ഞാൻ പറയാം. എന്താ ഭൂമി ദേവി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? അയ്യോ, എങ്ങനെ ഭൂമി ദേവിയോ? ഇവളോ? അതെ, ഭൂമിയോളം ക്ഷമയുള്ള ഈ കൊച്ചിനെ പോലൊരു കൊച്ചിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഓ, എന്താണ് പാചകം ചെയ്യുന്നത്? ഞാൻ പറഞ്ഞോട്ടെ വല്യമ്മേ? ഓ പറ, എന്നിട്ട് വേണം എനിക്ക് പറയാൻ. മാമ്പഴ പുളിശ്ശേരിയാ വല്യമ്മേ ഞാൻ ഉണ്ടാക്കാൻ ആ, എങ്കിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതേ പഴം പായസമാ. പഴം പായസം. ആണോ? നമ്മൾ ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഒരു ചാനലിലും വരാത്ത പഴം പായസവും മാമ്പഴ പുളിശ്ശേരിയുമാണ് ഇന്ന് ഇവരിവിടെ തയ്യാർ ചെയ്യാൻ പോകുന്നത്. ആരും കണ്ടിട്ടേ ഇല്ല. എന്നാ തുടങ്ങാം. പുളിശ്ശേരി ഉണ്ടാക്കുന്നതിനായി ആദ്യം നമ്മൾ പാത്രം ചൂടാക്കാൻ വെക്കുക. അയ്യോ, എന്ത് പറ്റി? കൈ പൊള്ളി. അയ്യോ, കൈയൊക്കെ പൊള്ളുവോ? പിന്നെ ചൂട് തട്ടിയാ പിന്നെ കൈ പൊള്ളൂല്ലേ? കേട്ടില്ലേ, ചൂട് തെറ്റിയാൽ കൈ പൊള്ളുവെന്ന്. എന്നിട്ട് ഇന്നാൾ ദിവസം ഈ തീക്കനലിന്റെ മണ്ടക്കൂടെ നടന്നു പോയപ്പം കാല് പോയിട്ട് സാരിയുടെ ഒരു ഭാഗവും ഉരുകിയില്ലല്ലോ. ഞാൻ വിചാരിച്ചു ഭയങ്കര തൊലിക്കട്ടിയായിരിക്കുമെന്ന്. അല്ലല്ലോ, അവൾക്ക് ഭയങ്കര തൊലിക്കട്ടിയാ. ഇവിടെ ലെവൽ ലേശമില്ല. ഞാൻ ഉണ്ടാക്കട്ടെ. എന്താ ഇത് ഇങ്ങനൊക്കെ? അയ്യോ, ഇത് ഇളക്കാൻ കുറച്ചും കൂടെ വലിയ തവിയുണ്ടോ? ആവശ്യത്തിൽ കൂടുതൽ ശരീരം ഇട്ട് ഇളക്കുന്നുണ്ടല്ലോ, പിന്നെന്തിനാണ് പ്രത്യേകിച്ചൊരു ഇളക്കൽ? അല്ല, വലിയ തവി വേണം. വലിയ തവിയോ? എന്നാ ഒരു പങ്കായ എടുത്തോണ്ട് വരട്ടെ. പോകാൻ നേരം ഇതിനകത്ത് കയറി തുഴഞ്ഞങ്ങ് പോകാം. ഇങ്ങോട്ട് വരുവേ വേണ്ടല്ലോ. എന്റെ പൊന്ന് കലാമണ്ഡലവേ, ഒന്ന് മിണ്ടായിരിക്കാവോ? അയ്യോ, എന്ത് പറ്റി? കടുക് അതിലിട്ടിരുന്നു, അത് കരിഞ്ഞു പോയി. അവൾ എന്തുണ്ടാക്കിയാലും അത് കരിഞ്ഞു പോത്തേ ഉള്ളൂ. എന്റെ പൊന്ന് ചാക്യാർ കൂത്തേ. എന്നെയാണോ? പിന്നെ എന്നെ ഞാൻ തന്നെ ചാക്യാർ കൂത്തേ എന്ന് വിളിക്കൂ. ഇത് നിങ്ങൾ ഈ വഴക്കുണ്ടാക്കാൻ ഇത് സീരിയൽ അല്ല, ഇതൊരു പാചകമാണ്. പാചകം കേട്ടോ. അയ്യോ, ഇങ്ങനെ പെടലിട്ട് വെട്ടിച്ചാൽ ഇതിന്റെ പെടലി വിളുക്കത്തില്ലേ? ഇല്ല. ഇല്ലേ? എന്നാ പിന്നെ വിഷുവിനെ കുറിച്ച് 2 വാക്ക് പറ. ആദ്യം അവള് പറയട്ടെ, എന്നിട്ട് ഞാൻ പറയാം. പറ, ആരെങ്കിലും ഒന്ന് പറ. എന്ത്? പറയൂ പറയൂ പറയൂ. വിഷു എന്ന് പറയുന്നത് നമ്മളുടെ ദേശീയ ഉത്സവമാണ്. അതെങ്ങനെ ശരിയാവും? വിഷു ആണോ നമ്മുടെ ദേശീയോത്സവം? ക്രിസ്മസ് ആണ്. ഒന്നും അറിയത്തില്ല. കേരളീയരുടെ ദേശീയോത്സവം ഓണമല്ലേ? വിഷു എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഈ പടക്കമൊക്കെ പൊട്ടിച്ച് ലാത്തിരി, പൂത്തിരി, കമ്പിത്തിരി, മത്താപ്പൂ ഒക്കെ കത്തിച്ച് ആഘോഷിക്കുന്ന. ഈ വിഷുവിനല്ലേ വിഷു കൈനീട്ടൊക്കെ കിട്ടുന്നേ? അയ്യോ, കൈനീട്ടി പൈസ മേടിക്കുന്ന കാര്യം മാത്രമേ ഭൂമി ദേവിക്ക് ഓർമ്മയുള്ളൂ. നന്നായി. ഇവിടെ എങ്ങനെയാണ് ആവാണാവോ? അത് പിന്നെ എനിക്ക് ആരും ഇതുവരെ വിഷു കൈനീട്ടി തന്നിട്ടേ ഇല്ല. അതെങ്ങനെ തരും? കൈ ഒരു നിമിഷമെങ്കിലും ഒന്ന് അടങ്ങിയിരിക്കണമല്ലോ. അഥവാ തന്നാ തന്നെ ചിന്നി ചിതറി പോകുമല്ല. ഇത് ഭക്ഷണം കഴിക്കുമ്പോഴും ഈ ആക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ടോ? അയ്യോ ഇല്ല, സത്യം പറയാലോ, ഞാൻ ഇതൊന്നും ചെയ്യുന്നതല്ല. എന്നെ കൊണ്ട് ആൾക്കാർ മനഃപൂർവ്വം ചെയ്യിപ്പിക്കുന്നതാ. അല്ല, അത് മനസ്സിലായി. നോർമലായിട്ടുള്ള ഒരാൾക്ക് ഇതിങ്ങനെ ചെയ്യാൻ പറ്റില്ല. എന്തായി ഭൂമി ദേവിയുടെ പഴം
ചെറുപ്പുളശ്ശേരി അതുപോലെ പുളിശ്ശേരി. ആ, അതെന്തായി? ഓ അവളുണ്ടാക്കിയ ഒന്നും നേരെ ആവത്തില്ലെന്നേ. ദേ എന്റെ പഴം പായസം റെഡി. ഇതൊന്ന് ടേസ്റ്റ് നോക്കിയേ. ഇതാ, നോക്ക് നോക്ക്. അയ്യോ കളി കാര്യമായല്ലോ. ഇത് നോക്ക്. എങ്ങനെയുണ്ടെന്ന് നോക്കിട്ട് പറഞ്ഞേ. എങ്ങനെയുണ്ട്? ഞങ്ങൾ ഈ പാചകത്തിന്റെ അവതാരകര് എന്ത് ചാണാപ്പുളി ഉണ്ടാക്കി തന്ന് കഴിച്ചാലും ഞങ്ങൾ ചാനലിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് 3 വാക്കേ പറയത്തുള്ളൂ. മാർവലസ്, ഡിലീഷ്യസ്, സൂപ്പർ. കൊള്ളത്തില്ലേ? അയ്യോ, വിഷു പ്രമാണിച്ച് നാട്ടിലെത്തി കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് കെണിയിലായ ഒരു പൊങ്ങച്ചക്കാരന്റെ കഥയാണ് അടുത്തത്. ആ സതീശ പറഞ്ഞോ, ലീവില്ല, ഞാൻ തിരക്കില്ല. ആ 1 ലക്ഷം രൂപ കൊടുത്ത് ആ തുണി ഇസ്തിരിയിടാൻ വന്നവൻ എടുത്തു കൊടുക്ക്. 2 കോടി രൂപയ്ക്ക് വസ്തു കച്ചവടമാണെന്ന് നോക്ക്. 2 കോടിക്കായാലെങ്കിൽ 1.5 കോടിക്കാണെങ്കിലും കൊടുക്ക്. ആ ഉത്സവ കമ്മിറ്റിയോട് വന്നിരിക്കുന്നത് ഞാനാണല്ലോ ഇപ്രാവശ്യം ഉത്സവം നടത്തുന്നത്. ഞാൻ തിരക്കില്ല, പിന്നെ വിളിക്കാം. ആ ശരി ഓക്കെ. ആ പറ കാര്യങ്ങളൊക്കെ. നമസ്കാരം. കാര്യങ്ങളൊക്കെ എവിടം വരെയായി? ആ പിന്നെ ആരെ അമ്പാരിയും പഞ്ചാരിമേളും ഒക്കെ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. TV താരങ്ങളുടെ മെഗാ ഷോയും ഓക്കെ. TV താരങ്ങളെല്ലാരും വരുമോ? പിന്നെ TV താരങ്ങളൊക്കെ വരുമ്പോഴേ TV താരങ്ങൾക്ക് മുഴുവൻ എന്റെ വീട്ടിൽ നിന്ന് ഫുഡ്. ആയിക്കോട്ടെ. മറ്റുള്ളവർക്കൊക്കെ അമ്പലത്തിൽ അന്നദാനം. പിന്നെ കുഞ്ഞമ്മയായിട്ട് 3-4 ഫോട്ടോ എടുക്കാൻ പറയണം അവരോടൊക്കെ. അയ്യോ അതൊക്കെ പറയാം ഞങ്ങള്. ഇനിയിപ്പോ നമുക്ക് തീരുമാനിക്കേണ്ടത് വെടിക്കെട്ടിന്റെ കാര്യമാണ്. ഇതിപ്പോ തീരുമാനിക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങളൊക്കെ അങ്ങ് തീരുമാനിച്ചാ പോരെ? അതല്ല, ഇപ്രാവശ്യം വടക്കൻകാരിതിരി വാശിയില്ല. അപ്പൊ ഒരു മത്സരിച്ച് കമ്പക്കെട്ട് നടത്താനുള്ള പരിപാടിയാണ്. ആണല്ലേ? നമ്മള് തെക്കൻകാരെ അങ്ങ് തോൽപ്പിക്കാനുള്ള പരിപാടിയാ അവര്. ആ അത് ശരി. അവര് 3 മണിക്കൂർ നിർത്താതെ പൊട്ടിക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്. അവര് 3 മണിക്കൂർ നിർത്താതെ പൊട്ടിക്കാൻ നമ്മൾ 6 മണിക്കൂർ നിർത്താതെ പൊട്ടിക്കും. അങ്ങനെ നമ്മൾ വടക്കേക്കരക്കാരെ മൂക്ക് പൊത്തിക്കും. അതിപ്പോ ഈ 6 മണിക്കൂർ നിർത്താതെ പൊട്ടിക്കണമെന്ന് പറഞ്ഞപ്പോ ഇപ്പൊ നമ്മുടെ നോട്ടത്തിൽ ഒരാൾ മാത്രമേ ഉള്ളൂ അങ്ങനെ കമ്പക്കെട്ട് നടത്തണത്. അതാരാ? അത് ഈ പൂഴിക്കുന്ന് രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, നല്ല കമ്പക്കെട്ടുകാരനാ. എന്നാ അവനെ പൊക്ക്. പേടിപ്പിക്കാൻ വേണ്ടി ആരാ പേടിപ്പിച്ചു കളഞ്ഞല്ലോ? ഞാനല്ലേ പേടിച്ചത്. അതെ, പുതിയൊരു സാധനം ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കായിരുന്നേ. നമ്മളാരെ മനസ്സിലായില്ല. നമ്മള് ബ്രഹ്മവള്ളിക്കാവ് ക്ഷേത്രത്തിൽ നിന്ന് വരുവാ, പറമ്പിക്കുളം. ഓ ഒത്തിരി കേട്ടിട്ടുണ്ട്. എന്റെ ആശാൻ പണ്ട് വെടിക്കെട്ടോണം വന്നിട്ടുണ്ട്, ഞാനും കൂടെ വന്നിട്ടുള്ള. അവിടെ ഉത്സവമാണല്ലേ? അവിടെ ഉത്സവമാണ്. അപ്പൊ ഈ പ്രാവശ്യത്തെ വെടിക്കെട്ട് ചേട്ടനെ കൊണ്ട് നടത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് നമ്മുടെ സ്പോൺസർ പറഞ്ഞിരിക്കുന്നത്. അതെയോ? എന്നെ കൊണ്ട് ചെയ്യിക്കാൻ? അതെ. ആയിക്കോട്ടെ. പിന്നെ ഒരു 6 മണിക്കൂർ നിന്ന് പൊട്ടണം ഇത്. എന്തിനാ 6 ആക്കുന്നത്? 6 മണിക്കൂർ നിന്ന് പൊട്ടുകയും 3 മണിക്കൂർ നിന്ന് കത്തുകയും ചെയ്യും. അത് മതി. കുഴപ്പമില്ലോ? ആയിക്കോട്ടെ. അല്ല ഇതെന്നാ ഡേറ്റ്? ഈ ഡേറ്റും എമൗണ്ട് ഒക്കെ നമ്മുടെ സ്പോൺസർ അടുക്കപ്പോലും സംസാരിക്കാം. അതായിരിക്കും നല്ല, പുള്ളിയെ പൈസ മുടക്കുന്നേ. ഓ ശരി ആയിക്കോട്ടെ. ഇരിക്കെ മോളെ കസാരയും എടുത്തിട്ട് മോളെ ഇരിക്കെ എല്ലാരും ഇരിക്കേ. ഇളയ മോളാ, അമ്മയോട് പോയി കാപ്പി എടുക്കാൻ പറ. അപ്പൊ സാറേ ഇതാണ് നമ്മുടെ വെടിക്കെട്ടുകാരൻ രാധാകൃഷ്ണൻ. രാധാകൃഷ്ണൻ കയ്യെ വെടിമരുന്നുണ്ട്, മണം കാണാം. രാധാകൃഷ്ണ, വെടിക്കെട്ട് ഗംഭീരമായിരിക്കണം. ഈ പഞ്ചായത്ത് ഒന്ന് ഞെട്ടണം. അത് രാധാകൃഷ്ണനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ സംഭവം വാരി വിതർന്നാലും ഓക്കെ ആണല്ലേ? മലയാളി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, വെടിക്കെട്ട് അതിഗംഭീരമായിരിക്കും. ആയിക്കോട്ടെ. പക്ഷേ ചെറിയൊരു പ്രശ്നം. തലേ താരനുണ്ടല്ലേ? കുഞ്ഞമ്മേ, തലയിലെ താരം മാറുന്ന ഒരു ഷാമ്പൂ എടുത്തേടി. അല്ല അതല്ല മലയാളി, എന്റെ ലൈസൻസ് തീർന്നിരിക്കുക, അതൊന്ന് പുതുക്കണം. പുതുക്കിക്കോ.
അല്ല പുതുക്കാൻ വെച്ച് കഴിഞ്ഞാല് ഇത്രയും വലിയൊരു വെടിക്കെട്ട് നടത്താനുള്ള ലൈസൻസ് ഇല്ലേ? അതാ ഒരു പേടി. എന്റെ രാധാകൃഷ്ണ, ഇങ്ങനെയുള്ള നിസ്സാര കാര്യത്തിന് ടെൻഷൻ അടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? എന്നാലും അത് ഓർമ്മിച്ചെന്നേ ഉള്ളൂ ഞാനേ. അല്ല മുതലാളി, വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. എന്താ? വേറൊന്നുമല്ല, കളക്ടർ അനുമതി നൽകില്ല എന്നൊരു വാർത്തയൊക്കെ ഇങ്ങനെ കേട്ടായിരുന്നു. കളക്ടറോ? പണിയാവോ? ഭരണം നമ്മുടെ കയ്യിൽ ഇരിക്കുകയല്ലേ, മൊബൈൽ എന്റെ കയ്യിലുണ്ടല്ലോ. MLA ഇപ്പോൾ നമ്മുടെ പഴയ ആള് തന്നെയല്ലേ. നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഞാനല്ലേ ഉള്ളേ. കോളുവാ. ഹലോ, ഒരു പാവം പിടിച്ച ഗൾഫുകാരനാണേ. 1-ാം തീയതി വന്നു. പിന്നെ കൊള്ളാം. പിന്നെ ഞാൻ വിളിച്ചതേ, ഈ വർഷം അമ്പലത്തിൽ വെടിക്കെട്ട് സ്പോൺസർ ചെയ്തിരിക്കാൻ ഞാനാ. അപ്പൊ അതിന് കളക്ടർ അനുമതി നൽകത്തില്ലെന്നോ ലൈസൻസ് ഇല്ലെന്നോ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങള്. അല്ല അതെ, 27-ാം തീയതി ഞാൻ അങ്ങോട്ട് വന്ന് കണ്ടോളാം. അതോ ഇങ്ങോട്ട് വരുമോ? 27-ാം തീയതി. ഓക്കെ. എല്ലാ ബ്രാൻഡും കരുതിയിട്ടുണ്ട്, കുബൂസും ഒക്കെ കരുതിയിട്ടുണ്ട്. നമുക്ക് അടിച്ചു പൊളിക്കണം. ഓക്കെ. ഞാൻ വിളിച്ചോളാം. താങ്ക് യു. MLA കിട്ടിയായിരുന്നു ഫോണിൽ? MLA കിട്ടി. എന്ത് പറഞ്ഞു? നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് നീങ്ങിക്കോ. എല്ലാം ഭഗവതിയുടെ അനുഗ്രഹം. അല്ല എന്റെ വെടിക്കെട്ടിന്റെ കാര്യം. രാധാകൃഷ്ണ, നീ നിന്റെ കുണ്ടുമായിട്ട് മുന്നോട്ട് പോക്കോ. അല്പസമയത്തിനകം തെക്കേ കരക്കാരും വടക്കേ കരക്കാരും തമ്മിലുള്ള മത്സര വെടിക്കെട്ട് ആരംഭിക്കുന്നതാണ്. കാതിനും മിഴികൾക്കും ഇമ്പമേകുന്ന വെടിക്കെട്ട് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അല്പസമയത്തിനകം തെക്കേ കരക്കാരും വടക്കേ കരക്കാരും തമ്മിലുള്ള മത്സര വെടിക്കെട്ട് ആരംഭിക്കുന്നതാണ്. കാതിനും മിഴികൾക്കും ഇമ്പമേകുന്ന വെടിക്കെട്ട് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മത്സരിച്ചു പൊട്ടിച്ച ഗുണ്ടിലൊരെണ്ണം താഴെ വീണങ്ങ് പൊട്ടി. പിന്നീട് ആർക്കും ഒന്നും ഓർമ്മയില്ല. എലക്ഷന്റെ ടൈം അടുത്തത് കൊണ്ട് പുക കെട്ടടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ജയിപ്പിച്ചു വിട്ട സാറുമാരും മത്സരിക്കാനിരിക്കുന്ന സാറുമാരും TV ചാനലിന്റെ മുന്നിൽ വന്നിരുന്നോണ്ട് പ്രസംഗിച്ചും അഭിനയിച്ചും അങ്ങ് തകർത്തു. വളരെ നിർഭാഗ്യകരമായി പോയി എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. കേരളത്തിലെ ജനങ്ങൾ ഇത്തരമൊരു അപകടം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളൊരു കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതാണ്. അതുപോലെ തന്നെ ജനങ്ങൾക്കും നാടിനും ഭീഷണി ഉണ്ടാകുന്ന തരത്തിലുള്ള കരിമരുന്ന് പ്രയോഗങ്ങൾ ബാറുകൾ പൂട്ടിച്ചതുപോലെ ഘട്ടം ഘട്ടമായിട്ട് ഇത് പൂട്ടിക്കും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. അയ്യോ, നല്ല അഭിപ്രായം കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ? തീർന്നിട്ടില്ല, ഇനിയുണ്ട് അഭിപ്രായം. ഇനി പറയാൻ പോകുന്നത് ആരാന്നറിയില്ലേ? സൂപ്രണ്ടന്റ് ഓഫ് പോലീസ്. ശരിക്കും നിയമവിരുദ്ധമായിട്ടുള്ളൊരു കമ്പക്കെട്ട് മത്സരമാണ് ഇവിടെ നടന്നത്. പിന്നെ വെറും 15 കിലോ മാത്രം കരിമരുന്ന് ഉപയോഗിക്കാനായിട്ട് ലൈസൻസ് ഉള്ള ഒരാളാണ് ഈ കമ്പക്കെട്ടിന് നേതൃത്വം നൽകിയത്. പിന്നെ കലക്ടർ ഇതിന് അനുമതി നൽകിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ടും ഇതെങ്ങനെ നടന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞിട്ട് നിയമവിരുദ്ധമാണ്, കളക്ടർ അനുവാദം തന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് തടിയൂരാം. ഞാനൊന്ന് ചോദിച്ചോട്ടെ, കളക്ടർ അനുവാദം തരാത്ത ഈ കലാപരിപാടി നിങ്ങൾ പോലീസുകാരെന്തുകൊണ്ട് തടഞ്ഞില്ല? അഭിപ്രായം തീർന്നില്ല, ഇനിയുമുണ്ട്. എല്ലാം കഴിയുമ്പോൾ പുതിയ കുറേ നിയമമായിട്ട് വരുന്ന കുറേ നിയമ വിദഗ്ധർ
അവരുടെ അഭിപ്രായം നമുക്കൊന്ന് കാണാം. ഇതുപോലുള്ള സംഭവങ്ങൾ ഇനി നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ നടക്കാതിരിക്കട്ടെ. കാരണം എന്തും നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോയാൽ അതിന് കൃത്യമായൊരു ഒരു ജീവിത സാഹചര്യം, നല്ല ഒരു ജീവിത സാഹചര്യം കേരളത്തിൽ സൃഷ്ടിക്കാൻ കഴിയും. നമുക്കറിയാം, നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നിട്ടുള്ള പൊതുസ്ഥലങ്ങളുടെ പുകവലി, പൊതുസ്ഥലങ്ങളുടെ മദ്യപാനം, സ്ത്രീകൾക്കെതിരെയുള്ള അക്രമം, അതുപോലെ മൊബൈലിലെ ദുരുപയോഗം, അതുപോലെ എന്ത് പറഞ്ഞാലും ഇപ്പോൾ ഗ്ലാസ്സുകൾ, കാറുകളുടെ മറ്റേ പ്രൈവറ്റ് വണ്ടികളുടെ ആണെങ്കിലും എന്ത് വാഹനങ്ങളുടെ ആണെങ്കിലും സൺഗ്ലാസ് ഒട്ടിക്കുന്നത്, അതെല്ലാം നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നില്ലേ? അതുപോലെ തന്നെ മത്സര കമ്പക്കെട്ടുകളെല്ലാം തന്നെ കോടതി നേരിട്ടിടപെട്ടുകൊണ്ട് നിർത്തലാക്കുവാനുള്ള തീരുമാനത്തിലേക്കാണ് വന്നത്. എന്ത് കാര്യവും ഏതൊരു കാര്യവും നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോകണം. പോകും നമുക്ക് കാണാം. എൻ്റെ പൊന്നു സുഹൃത്തെ, ഇതൊക്കെ കാണുമ്പോൾ എനിക്കും ഇത് കാണുന്നവർക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ. ഇതുപോലെയുള്ള ദുരന്തങ്ങൾ സംഭവിച്ചതിന് ശേഷം കുറെ നിയമവശങ്ങൾ പറഞ്ഞിരിക്കാതെ ഇതുപോലെയുള്ള ദുരന്തങ്ങൾ വരാതിരിക്കുവാൻ ഇവിടുത്തെ പോലീസിനും കോടതിക്കും എന്തുകൊണ്ട് സാധിക്കുന്നില്ല? വളരെ നിർഭാഗ്യകരമായി പോയി എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. കലക്ടർ ഇതിന് അനുമതി നൽകിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ടും ഇതെങ്ങനെ നടന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. മത്സര കമ്പക്കെട്ടുകളെല്ലാം തന്നെ കോടതി നേരിട്ടിടപെട്ടുകൊണ്ട് നിർത്തലാക്കുവാനുള്ള തീരുമാനത്തിലേക്കാണ് വന്നത്. എന്ത് കാര്യവും ഏതൊരു കാര്യവും നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോകണം. ഇതിനു മുമ്പും ഇവിടെ വെടിക്കെട്ട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും ഉണരാത്ത ഗവൺമെന്റ് നിയമവും ഇപ്പോഴെന്താണ് സടകുടം എണീറ്റത്? മരണസംഖ്യ കൂടിയതുകൊണ്ടായിരിക്കും. നിങ്ങൾ മരിച്ചതിന് ശേഷം ഈ ലക്ഷങ്ങൾ വെച്ച് നീട്ടുമ്പോൾ ഒന്ന് ആലോചിക്കുക. ഇവിടെ പൊലിഞ്ഞ ഏതെങ്കിലും ഒരു ജീവൻ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിന് തിരിച്ചു നൽകാനാകുമോ? നഷ്ടപരിഹാരത്തിലൂടെ പ്രശ്നപരിഹാരം കാണാൻ നിൽക്കാതെ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുന്നതിന് മുമ്പ് അത് പരിഹരിക്കാൻ നോക്കുക. ഗുഡ് ബൈ. വിഷുവെന്നല്ല, ആഘോഷം ഏതായാലും ചാനലുകൾ തുറന്നാൽ പാചക പരിപാടികളുടെ ബഹളമാണ്. പായസം, അവിയല്, കിവിയല്, പച്ചടി, കിച്ചടി, തോരൻ, ഇങ്ങനെ കറികളെ കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന കുറെ താരങ്ങളുണ്ട്. പുളിശ്ശേരി ഉണ്ടാക്കുന്നതിനായി ആദ്യം നമ്മൾ പാത്രം ചൂടാക്കാൻ വെക്കും. എന്താ പറ്റി? ശരി ശരി. ഡയലോഗ് തീർത്തിട്ടാണല്ലേ? അത് കഴിഞ്ഞാണോ കൈ എടുക്കുന്നത്? ശരി, ഡയലോഗ് മൊത്തം പറഞ്ഞിട്ട് പാത്രത്തിൽ പിടിക്കുക അല്ലേ? കൈ പൊള്ളിന് സീൽക്കാര ശബ്ദം ഇടുന്നേ. കൈ പൊള്ളിന് സീൽക്കാര ശബ്ദം ഇതൊക്കെ വരൂട്ടോ, ഇതൊക്കെ വരൂട്ടോ. ശരിക്കും ഈ സീരിയൽ പോലുള്ള സാധനങ്ങൾ നിർത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. കാരണം മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. മദ്യം കഴിക്കാൻ പാടില്ല. വൈകുന്നേരം 6 മണിയാകുമ്പോഴത്തേക്കിനും ആരും ഇനി എന്നെ ശല്യം ചെയ്യരുത്. കാരണം ഒരു 6 മണിയാകുമ്പോഴത്തേനും എല്ലാവരും വിളിച്ച് എന്താ അറേഞ്ച് ചെയ്യാത്തതെന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. മദ്യവിമുക്തമായ കിന്നാശ്ശേരി, അതായിരുന്നു ഗാന്ധിജി കണ്ട സ്വപ്നം. ഇവനിതറിയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ചൂട് തട്ടിയ കൈ കൊള്ളൂലേ? എന്നിട്ട് ഇന്നാളൊരു ദിവസം ഈ തീക്കനലിന്റെ മണ്ടക്കൂടെ നടന്നു പോയപ്പം കൈ പൊള്ളിയില്ലല്ലോ. സോറി. അങ്ങനെ നടന്നാൽ എങ്ങനെയാ കൈ പൊള്ളുന്ന? കാലല്ലേ പൊള്ളുന്നത്? ഓക്കെ, ഇതോടെ കഴിഞ്ഞാൽ തീർന്നോ? എന്നാ പിന്നെ ഒന്നും എടുക്കാം.